നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 11ാമത് ദശാവതാരം ചന്ദനം ചാർത്ത് മഹോത്സവവും പ്രഭാഷണ പരമ്പരയും തുടരുന്നു. തൃക്കൂർ കിഴക്കേക്കള്ളായി പ്രദേശത്ത് മിന്നൽ ചുഴലിയിൽ 500-ലേറെ നേന്ത്രവാഴകൾ നശിച്ചു. കാടുകുറ്റി കുടുംബശ്രീയിലെ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. പുലി ആക്രമിച്ചു കൊന്ന പശുക്കുട്ടിയുടെ ജഡം സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തി. പശുക്കുട്ടിയെ കൊന്നത് പുലിയാണെന്ന് സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥിരീകരിച്ചു. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് 20 മീറ്റർ മാറിയാണ് പശുക്കുട്ടിയെ ചത്തനിലയിൽ കണ്ടത്. ഇവിടെ നിന്ന് 100 മീറ്റർ മാറിയാണ് കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നത്. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ഒരാഴ്ചയ്ക്കിടെ 3ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കാർ യാത്രക്കാർ റോഡിൽ പുലിയെ കണ്ടിരുന്നു. തോട്ടം തൊഴിലാളികളും ആദിവാസികളും തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും വനം വകുപ്പ് അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ ആലേങ്ങാട് കിണറ്റിൽ വീണ് 2 കാട്ടുപന്നികൾ ചത്തു. ആലേങ്ങാട് മണ്ടത്തറ രാജന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് പന്നികൾ വീണത്. പുലർച്ചെ 2 പന്നികൾ രാജന്റെ വീട്ടുമുറ്റത്ത് എത്തിയിരുന്നു. പിന്നീടാണ് ഇവയെ കിണറ്റിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃക്കൂർ പഞ്ചായത്ത് അധികൃതരും വനപാലകരും നാട്ടുകാരും ചേർന്ന് കരയ്ക്കു കയറ്റിയ പന്നികളെ കുഴിച്ചുമൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, സലീഷ് ചെമ്പാറ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാബു, വാച്ചർമാരായ സുനിൽ, ഷാജു, മനോഹരൻ എന്നിവർ സ്ഥലത്തെത്തി. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 11ാമത് ദശാവതാരം ചന്ദനം ചാർത്ത് മഹോത്സവത്തിന്റെയും പ്രഭാഷണ പരമ്പരയുടെയും ഭാഗമായി ചൊവ്വാഴ്ച അങ്കമാലി തോട്ടാമറ്റം നാരായണൻ നമ്പൂതിരി ഭഗവത് വിഗ്രഹത്തിൽ പരശുരാമാവതാരം ചന്ദനം ചാർത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ പാർത്ഥസാരഥി ഭജന മണ്ഡപത്തിൽ വെച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ സനാതനധർമ്മത്തിന്റെ ഈ കാലഘട്ടത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത്, സെക്രട്ടറി രഘു P. മേനോൻ, ജോയിന്റ് സെക്രട്ടറി സജി പെരുമ്പിള്ളി എന്നിവർ സംസാരിച്ചു. മറിച്ച് ഇത്തരമൊരു വേളയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ ഓർത്തെടുക്കുക. അതിനപ്പുറത്ത് വലിയൊരു പാണ്ഡിത്യം എൻ്റെ കയ്യിലില്ല. അതിലുപരിയായിട്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അറിയുന്നവരല്ലേ നമ്മളെല്ലാവരും. എന്തെങ്കിലുമൊക്കെ അറിയില്ലേ കൂടുതൽ. തൃക്കൂർ കിഴക്കേ കള്ളായി പ്രദേശത്ത് മിന്നൽ ചുഴലിയിൽ 500-ലേറെ നേന്ത്രവാഴകൾ നശിച്ചു. മാന്തോട്ടത്തിൽ ജസ്റ്റിന്റെ 300 വാഴകളും കർഷകരായ പ്രകാശൻ, സുഭാഷ്, ഭവദാസ് എന്നിവരുടെ വാഴകളുമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത്. മേഖലയിൽ തെങ്ങുകളും കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. 8 മാസം പ്രായമായ കുലച്ച വാഴകളാണ് നശിച്ചത്. ഓണ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകൾ നശിച്ചതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. തൃക്കൂർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. 60ാം വയസ്സിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച് ജയകുമാരി. ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന ജയകുമാരി ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയിൽ നൃത്തം അഭ്യസിക്കാനെത്തിയത്. ഇപ്പോൾ 60ാം വയസ്സിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു. ദേശക്കാഴ്ച 2024 കലാ സാംസ്കാരികോത്സവം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നൃത്തോത്സവത്തിലാണ് അക്കാദമിയിലെ നിരവധി കുട്ടികൾക്കൊപ്പം ജയകുമാരിയും വേദിയിലെത്തിയത്. ഗ്രാമികയിൽ വയലിനും പരിശീലിക്കുന്ന ഇവർ ദേശക്കാഴ്ച സംഗീതോത്സവത്തിൽ മറ്റു കുട്ടികൾക്കൊപ്പം വയലിനും അവതരിപ്പിക്കുകയുണ്ടായി. ഗ്രാമിക അക്കാദമിയിൽ അമ്മമാർക്കും മുതിർന്നവർക്കും നൃത്ത പരിശീലനത്തിനായി പ്രത്യേക ബാച്ചും നിലവിലുണ്ട്. ബാങ്ക് ജീവനക്കാരിയായ നൈസി തോമസും ഈ വർഷം ജയകുമാരിക്കൊപ്പം അരങ്ങേറ്റം നടത്തുകയുണ്ടായി. റിട്ടയർമെന്റിന് ശേഷം കലാപഠനത്തിനു പുറമെ അക്കാദമിക് രംഗത്തും സ്ഥിര പരിശ്രമത്തിലാണ് ജയകുമാരി.
SSLC മാത്രം പാസ്സായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ശേഷം സർവീസിലിരുന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടി. വിരമിച്ച ശേഷം കേരള സർവകലാശാലയിൽ നിന്നും സോഷ്യോളജിയിൽ ബിരുദവും കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് 1-ാം ക്ലാസ്സോടെ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ഇപ്പോൾ നിയമപഠനത്തിനു വേണ്ടി പ്രവേശന പരീക്ഷയ്ക്കായുള്ള പരിശീലനത്തിലാണ്. താഴേക്കാട് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമായും പ്രവർത്തിക്കുന്നു. KSRTC കണ്ടക്ടറായി വിരമിച്ച തേവരുകാട്ടിൽ രാമകൃഷ്ണനാണ് ഭർത്താവ്. മൂത്ത മകൻ ജയകൃഷ്ണൻ ബിടെക് ബിരുദധാരിയും ഇളയ മകൻ ഹരികൃഷ്ണൻ ബിടെക് അവസാന വർഷ വിദ്യാർത്ഥിയുമാണ്. കാടുകുറ്റി കുടുംബശ്രീയിലെ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കാടുകുറ്റി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. BJP കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഷാജു കോക്കാടൻ, TS മുകേഷ്, സുബ്രൻ കാടുകുറ്റി, ജിജീഷ് ഗാന്ധിനഗർ, PC ബിനോജ്, സുമിത ചന്ദ്രൻ, സരസ്വതി രവി, സുജാത ശിവരാമൻ, ബീന ഉണ്ണി, ഉഷ മോഹനൻ, ഹരീഷ് അന്നനാട് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയിലെ അംഗങ്ങളെ തന്നെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന, കടക്കണിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മരിയ കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക്, അവിടുത്തെ സഹോദരിമാർക്ക് നേരിടേണ്ടി വന്ന ആ ദുരിതത്തിന് പരിഹാരം കാണുവാൻ ഒരു ശ്രമം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധ സമരത്തിന്റെ അർത്ഥം തന്നെ. അത് ഒരാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, കേവലം ഒരു സസ്പെൻഷനിൽ മാത്രം ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയതുകൊണ്ട് ഇതിന് പരിഹാരം കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒറ്റ മഴ കൊണ്ട് ചാലക്കുടി ടൗൺ ഹാൾ കെട്ടിടത്തിലെ കടമുറികളിൽ വെള്ളം കയറി. അടുത്ത കാലത്ത് നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണ ജോലികളാണ് കാരണമെന്ന് പറയപ്പെടുന്നു. കെട്ടിടത്തിന്റെ താഴെ നടുത്തളം പോലെയായിരുന്നു. ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ടൗൺ ഹാൾ കെട്ടിടം നവീകരിക്കുകയായിരുന്നു. താഴത്തെ ഭാഗത്ത് നടുത്തളം മാറ്റി അവിടെ മണ്ണിട്ട് ഉയർത്തി ടൈൽ വിരിക്കുകയായിരുന്നു. ടൈൽ വിരിച്ചപ്പോൾ വെള്ളം ഒലിച്ചു പോകാൻ സാധിക്കാതെ വന്നതോടെയാണ് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന പെയിന്റ് കടയിലും മറ്റും വെള്ളം കയറുകയായിരുന്നു. വെള്ളം ഒലിച്ചു പോകുന്നതിനായി മതിയായ നിരപ്പ് ഇല്ലാതെ വരികയും മഴ പെയ്ത വെള്ളം എല്ലാം നടുക്ക് കെട്ടിക്കിടന്ന് കടകളിലേക്ക് കയറുകയുമായിരുന്നു. വ്യാപാരികൾ ചേർന്ന് വെള്ളം കളയുവാൻ ഉള്ള ശ്രമത്തിലാണ്. ചെറിയ ഒരു വേനൽ മഴയിൽ ഇങ്ങനെ വെള്ളം കയറിയപ്പോൾ കാലവർഷത്തിൽ കട മുങ്ങിപ്പോകുന്ന അവസ്ഥയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. അടിയന്തിരമായി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നഗരസഭാ അധികൃതർ തയ്യാറാവണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗുണ്ടാത്തലവൻ പാർട്ടി നടത്തിയ സംഭവം പോലീസ് അന്വേഷണം തുടങ്ങി. ആവേശം സിനിമയുടെ റീലുമായാണ് തൃശൂരിൽ കൊലക്കേസ് പ്രതി പാർട്ടി നടത്തിയത്. ഇരട്ട കൊലക്കേസിൽ ജയിൽ മോചിതനായ തൃശൂർ കുറ്റൂർ സ്വദേശിയായ അനൂപാണ് പാർട്ടി നടത്തി അതിന്റെ റീൽ തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. പാടത്ത് പാർട്ടി നടത്തിയതിന്റെ ദൃശ്യങ്ങൾ കോർത്തിണക്കിയാണ് റീൽ ഒരുക്കിയത്. അനൂപിന്റെ സുഹൃത്തുക്കളും പരിചയക്കാരും പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. 60-ലേറെ പേർ പാടത്ത് തമ്പടിച്ചതെറിഞ്ഞ് പോലീസ് വന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആവേശം സിനിമയിലെ ഫഹദ് ഫാസിൽ കഥാപാത്രം രംഗൻ പറയുന്ന എടാ മോനെ ഡയലോഗിട്ടാണ് റീൽ പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിലൊരു റീൽ പുറത്തിറക്കിയത്. ഈ പാർട്ടിയിൽ പങ്കെടുത്തിരിക്കുന്ന പല ആളുകളും കൊലക്കേസ് പ്രതികളും ഗുണ്ടകളുമാണ്. ഇത്രയും ആളുകൾ കൂടിയതറിഞ്ഞ് പോലീസും ഇവിടെ എത്തിയിരുന്നു. എന്നാൽ തൻ്റെ അച്ഛൻ്റെ മരണം നടന്നിരുന്നു. ആ സമയത്ത് ആർക്കും ഭക്ഷണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്തത് എന്നാണ് അനൂപ് പോലീസിന് നൽകിയ വിശദീകരണം. ഗുണ്ടാത്തലവന്റെ പാർട്ടി സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. പരിയാരത്ത് വിനോദസഞ്ചാരികളായ പ്രധാനാധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. പരിയാരം ഒറ്റക്കൊമ്പൻ സ്വദേശി മുയൽ എബി എന്നറിയപ്പെടുന്ന നെല്ലിശ്ശേരി എബിൻ 33 വയസ്സാണ് പിടിയിലായത്. ചാലക്കുടി DYSP PR അശോകന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ MK സജീവും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പിടികൂടിയത്. കഴിഞ്ഞ ഏപ്രിൽ 29-ാം തീയതിയായിരുന്നു സംഭവം. കേസെടുത്തതായി അറിഞ്ഞ എബിൻ നാടുകളായി മുങ്ങി നടക്കുകയായിരുന്നു. 2 വർഷം മുൻപ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ എബിനെ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നിന്നുമാണ് അന്ന് പോലീസ് പിടികൂടിയത്. ഈ കേസിൽ അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ഇയാൾ. അഡീഷണൽ SI ജോഫി ജോസ്, ക്രൈം സ്ക്വാഡ് SIമാരായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, ASI മൂസ PM, സീനിയർ CPOമാരായ റിജി AU, MJ ബിനു, ഷീജോ തോമസ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തായ്വാനിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിയാരം വേളൂക്കര സ്വദേശി മരിച്ചു. വേളൂക്കര വട്ടോലി വീട്ടിൽ അന്തോണിയുടെയും ആനിയുടെയും മകൻ 30 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ 2ാം നിലയിൽ നിന്നും
താഴെ വീഴുകയായിരുന്നു എന്ന് പറയുന്നു. 6 മാസം മുൻപാണ് അനീഷ് കോഴിക്കോടുള്ള ഒരു ഏജൻസിക്ക് 3 ലക്ഷം രൂപ കൊടുത്ത് തായ്വാനിൽ എത്തിയത്. വർക്ക് പെർമിറ്റും വിസയും റെഡിയാക്കി കൊടുക്കാമെന്നേറ്റാണ് ഏജൻസി അനീഷിനെ തായ്വാനിലേക്ക് കയറ്റിവിട്ടത്. എന്നാൽ അവിടെ പെർമിറ്റ് ജോലിയും ലഭ്യമായില്ല. അനീഷ് ചതിക്കപ്പെട്ടതായും പരാതിയുണ്ട്. 6 മാസത്തിൽ അവസാന 2 ആഴ്ച മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അതിനിടയിലാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായത്. അനീഷിന് അച്ഛനും അമ്മയും 2 സഹോദരിമാരുമാണുള്ളത്. അനീഷിൻ്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ എംബസിയുമായി ചേർന്ന് ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. ഏകദേശം 1 മാസമെങ്കിലും സമയമെടുക്കും മൃതദേഹം വീട്ടിലെത്തിക്കാൻ എന്നാണ് എംബസിയും അവിടെയുള്ള മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരും പറയുന്നത്. മൃതദേഹം ഇവിടെ എത്തിക്കുവാൻ വലിയ സാമ്പത്തിക ചെലവും വരുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 11ാമത് ദശാവതാരം ചന്ദനം ചാർത്ത് മഹോത്സവവും പ്രഭാഷണ പരമ്പരയും തുടരുന്നു. തൃക്കൂർ കിഴക്കേക്കള്ളായി പ്രദേശത്ത് മിന്നൽ ചുഴലിയിൽ 500-ലേറെ നേന്ത്രവാഴകൾ നശിച്ചു. കാടുകുറ്റി കുടുംബശ്രീയിലെ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.